ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഈ പ്രബീർ പുർക്കായസ്ഥയുടെ അറസ്റ്റ് സ്വാഭാവികമായും മറ്റു മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു സൂചന കൂടിയായിരിക്കുമല്ലോ. നിങ്ങളുടെ ഭാവി എന്തായിരിക്കും സർക്കാരിനെതിരെ തിരിഞ്ഞാൽ? നമുക്കിപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ആ സന്ദേശം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് കിട്ടിയോ? ആ സന്ദേശം കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാല് അമിത്ഷായുടെ ആദ്യ പ്രതികരണം തന്നെ ഇതൊരു റൂട്ടീൻ ആയിട്ടുള്ളൊരു സംഭവമാണ്, ഇതിനെപ്പറ്റി തന്നെ ഇതിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും കാണേണ്ട കാര്യമില്ല എന്നാണ് അമിത്ഷായുടെ ആദ്യത്തെ പ്രതികരണം. പക്ഷെ തീർച്ചയായും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ അസന്നിഗ്ധമായ ഒരു കാര്യമാണ്. ഈ മിക്കവാറും ഈ കേസിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ഒബ്സർവേഷനോട് കൂടിയാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. അതായത് ഇത് ഇല്ലീഗൽ ആണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൽ UAPA അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിയത് തീർച്ചയായും അത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്തതാണെന്നുള്ളത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ള ഒരു 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 ജാമ്യം ഉത്തരവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ തീർച്ചയായും പ്രബീർ പുർക്കായസ്ഥയെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തെ ഇത്രയും ദിവസം ജയിലിൽ അടച്ചതും ഒക്കെ ഒരു കൃത്യമായ സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമപ്രവർത്തകർക്കും പൊതുവിൽ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകളായാലും അതിനുവേണ്ടി വാദിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനോട് നിങ്ങൾ അങ്ങനെ അധികം വലിയ ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല, അത് ഞങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിറ്റീവ് മെസ്സേജ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റിലൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഈ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകിച്ച് ഈ ഈ ഒരു ഡിജിറ്റൽ മാധ്യമങ്ങൾ അതിലാണല്ലോ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതായി പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ലെഗസി മാധ്യമങ്ങൾ, ഇപ്പോൾ പ്രിന്റ് ആയാലും അതുപോലെ തന്നെ ടെലിവിഷൻ ആയാലും ഒരു സൈക്കോഫാൻ സ്വഭാവമാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഡിജിറ്റൽ മാധ്യമങ്ങൾ കുറെ കൂടി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഞങ്ങൾക്ക് മറുമരുന്നുണ്ട് എന്നുള്ളതാണോ പ്രബീർ പുർക്കായസ്ഥയുടെ അറസ്റ്റ്? അതായത് പ്രബീർ പുർക്കായസ്ഥയുടെ അറസ്റ്റിൽ മാത്രമല്ല, നികേഷിന് ഓർമ്മയുണ്ടാവും, ഏതാണ്ട് ഒരു വർഷം മുമ്പേ ലോകസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ബില്ലില് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഈ ടെലിവിഷനൊക്കെ വേണ്ട തരത്തിലുള്ള ലൈസൻസിങ് ആയിട്ടൊരു ലൈസൻസ് രാജിലേക്ക് ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഡ്രാഫ്റ്റ് ബില്ല് ഒരു വർഷം മുമ്പ് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. അത് പക്ഷേ രാജ്യസഭയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, ലോകസഭയിലും അത് പാസ്സാക്കിയില്ല. പക്ഷെ അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മുൻകാല പ്രാബല്യത്തോടെ ഈ ഈ കാര്യം നടപ്പാക്കുന്നത്, അതായത് ഇപ്പം നിലവിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന വയറ് പോലെയുള്ള മാധ്യമങ്ങൾക്കും ഈ ലൈസൻസ് കിട്ടിയാൽ മാത്രമേ തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് അതിന്റെ ഡ്രാഫ്റ്റിൽ പറഞ്ഞിരുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ഇത് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ സ്പേസിലൊക്കെ നിൽക്കുന്ന മാധ്യമങ്ങളുടെ അവരുടെ സ്വാതന്ത്ര്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോ നികേഷ് തന്നെ ഈ എങ്ങനെയാണ് ഈ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെയാണ് അതിനൊരു മൂലധനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ റെസ്ട്രിക്ഷൻസ് വന്നതെന്നുള്ളത് പറഞ്ഞത് വളരെ വൈറലായിട്ട് പോയ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തലത്തിലും അത് ഈ ഒരു ഒക്ടോപ്പസിന്റെ പരിപാടി പോലെ പല കൈകൾ ഉപയോഗിച്ചിട്ട് മാധ്യമങ്ങളെ പലതരത്തിൽ ഞെരുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ശ്രീ ഒരു വെങ്കടേഷ് സംഭവമായിരുന്നത്. രാമകൃഷ്ണൻ, ഈ അപ്പോ അറസ്റ്റിനകത്ത് പ്രബീർ പുർക്കായസ് താങ്കൾ ശരിയാവണം ചൂണ്ടിക്കാണിച്ച പോലെ പ്രബീർ പുർക്കായസ്ഥയുടെ കാര്യത്തിൽ മാത്രമല്ല, പ്രബീർ പുർക്കായസ്ഥയുടെ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെടുന്ന എംപ്ലോയീസുമായിട്ട് വീടുകളിൽ, ഓഫീസുകളിൽ പ്രബീർ പുർക്കായസ്ഥ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? അത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇപ്പോൾ ചർച്ചയിൽ പാനലിലിരിക്കുന്ന ഡോക്ടർ V ശിവദാസൻ്റെ വീട്ടിൽ വരെ അക്കാര്യത്തിൽ പരിശോധന നടന്നു എന്നുള്ളത് നമ്മൾ കണ്ട 700ഓളം ഡിവൈസ് പിടിച്ചെടുത്തു എന്നുള്ള അതൊന്നും തന്നെയും ആ സമയത്ത് അതിൻ്റെ ഹാഷ് വാല്യൂ, അതായത് ഡിവൈസിൽ വേറെ എന്തൊക്കെയോ കോണ്ടന്റ് ചേർക്കുന്നു എന്നുള്ളത് മുൻകാലങ്ങളിലുള്ള കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ആരോപണമുള്ളതാണ്, കോടതി അത് ശരിയാണെന്ന് സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഈ ഡിവൈസുകൾ പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഹാഷ് വാല്യൂ നൽകിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം, ആ ഡിവൈസ് അവർക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പിന്നീട് ഇപ്പോൾ 8 മാസം പ്രബീർ പുർക്കായസ്ഥയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നു. പ്രബീർ പുർക്കായസ്ഥയുടെ HR മാനേജർ അതിനകത്ത് മാപ്പുസാക്ഷിയായി മാറുന്നു, അതിനുശേഷം അദ്ദേഹത്തെ പുറത്തുവിടുന്നു എന്നൊക്കെ പറയുമ്പോൾ പൊതുവായി ഇക്കാര്യത്തിലൊക്കെ തന്നെയും കാണുന്നത് മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പാണ്. അതിന് സംശയമൊന്നുമില്ല തീർച്ചയായും. പക്ഷേ ഈ ഇതിപ്പോ സുപ്രീം കോടതിയുടെ ഈ ജാമ്യം നൽകൽ അതിന്റെ ടൈമിങ്ങും വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഒരു 4 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഉം. ഭരിക്കുന്ന കക്ഷിക്ക് ക്ഷീണമുണ്ടാകാൻ തരത്തിലുള്ള എക്സിറ്റ് പോളുകളാണ്
പല സർവേ കക്ഷികളുടെയും കയ്യിലുള്ളത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാൻ ഈ ഈ ജാമ്യ ഉത്തരവിനെ കാണുന്നത്. ഇത് തീർച്ചയായും വേറെ ഒരുപാട് സിഗ്നൽസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉം. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സുപ്രീം രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എടുത്താൽ, ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏപ്രിൽ 21 രാജസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം, അത് 70 വർഷത്തെ ചരിത്രത്തിൽ അത്രയും വർഗീയമായി ധ്രുവീകരിക്കുന്ന മറ്റൊരു പ്രസംഗവും ഇല്ല എന്നാണ് പലരും പറയുന്നത്. അക്കാര്യത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഏറ്റവും നമ്മളൊരു റേറ്റിംഗ് എടുത്താൽ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗിൽ നിൽക്കുന്നു. അതേസമയം സുപ്രീം കോടതി ആകട്ടെ ജനാധിപത്യത്തിന് പുതിയ പ്രതീക്ഷ നൽകുന്നു എന്നാണോ പറയുന്നത്? അല്ലല്ല, ഞാൻ നമ്മുടെ ജുഡീഷ്യറിയെ പറ്റിയിട്ട് ഇപ്പൊ സമീപകാലത്ത് നമ്മുടെ ജുഡീഷ്യറിയെ പറ്റി എനിക്ക് അത്ര വലിയ നല്ല അഭിപ്രായമുള്ള ഒരാളൊന്നുമല്ല. ഉം. ആഹ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ ഈ പ്രത്യേകിച്ചും ഈ ബാബറി മസ്ജിദിന്റെ ധ്വംസനത്തിന്റെ ആ കേസിലുണ്ടായിട്ടുള്ള വിധി, ഉം. ബാബറി മസ്ജിദിന്റെ ഭൂമി സംബന്ധിച്ചിട്ടുള്ള അവകാശത്തെ പറ്റി ഉണ്ടായിട്ടുള്ള കേസിലുണ്ടായിട്ടുള്ള വിധി, ഇതൊക്കെ വളരെ പരിഹാസ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് ബ്ലാക്ക് ഹ്യൂമർ ലെവലിലുള്ള സാധനങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഉം. അപ്പൊ ജുഡീഷ്യറി അങ്ങനെ ഒരു വലിയ റിഡീം ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതില് ഈ പറഞ്ഞ രീതിയിൽ ഈ ജുഡീഷ്യറി, നമ്മുടെ ജുഡീഷ്യറിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കാര്യം, അത് അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം, ഭരിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭരണത്തെ എക്സിക്യൂട്ടീവിന്റെ അധികാരത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു നമ്മുടേത്. ഉം. ഇപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ വന്നിട്ടുള്ള ഈ വിധികളിലൊക്കെ കാണുന്നത് ജുഡീഷ്യറി സ്വന്തമായിട്ട് ഒരു നില അസേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ, അതിന്റെ ഒരു കഴിഞ്ഞ ഒരു 1-2 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് മാറിക്കൊണ്ട് അത് ഇപ്പം കേജ്രിവാളിന്റെ കേസിലാണെങ്കിലും പ്രബീർ പുർക്കാസ്തയുടെ ചുരുക്കത്തിൽ കേസിലാണെങ്കിലും ആ, ഒരു അതായത് assertion. വിചാരണ കോടതിയോ ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ വരെ ഒരു പ്രതീക്ഷയില്ല. സുപ്രീം കോടതിയിലെ ചില ഉം. ബെഞ്ചുകൾ മാത്രമാണ് പ്രതീക്ഷ. അതെ, അതെ, അത്രേ ഉള്ളൂ. യു കൃത്യമായിട്ട് ഹിറ്റ് ദ ബുൾസൈ.